എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് സാരിയുടെ ഷോളിൻ്റെ അറ്റത്ത് ചെയ്യാൻ പറ്റിയ ഒരു ക്രോഷേ ഡിസൈനാണ്. ഇത് ബിഗിനേഴ്സിന് പോലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഡബിൾ ക്രോഷേ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അതിന് ക്രോഷേ ചെയ്യാൻ ഉപയോഗിക്കുന്ന നൂല് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ മുത്തുകൾ കോർത്തിട്ടുണ്ട്. പിന്നെ ഹുക്ക് 1.0 mm ഹുക്ക്. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ആദ്യം ഈ നൂലിൻ്റെ അറ്റത്ത് ഒരു കെട്ടിടുക. ഇനി ഈ നൂല് തുണിമ എങ്ങനെ പിടിപ്പിക്കാൻ നോക്കാം. ഹുക്ക് ഇങ്ങനെ കടത്തി നൂലടക്കം ഈ ചെയിൻ്റെ ഉള്ളിൽ കൂടെ കടത്താം, ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ കടത്താം. ഇനി ചെയിൻ ചെയ്യാം. ഹുക്ക് ഇങ്ങനെ ചരിച്ച് നൂലടക്കം ഈ നൂലിൻ്റെ ഉള്ളിൽ കൂടെ കടത്തുക. 1 ചെയിനായി, 2 3 ചെയിൻ ചെയ്തു. ഇനി ഡബിൾ ക്രോഷയാണ് ചെയ്യുന്നത്. അത് മുത്ത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇതിങ്ങോട്ട് ഇങ്ങനെ വെച്ച് ഹുക്ക് ഡബിൾ ക്രോഷേ ചെയ്യില്ല, അതേപോലെ ഹുക്ക് ഇങ്ങോട്ട് എടുത്ത് നൂലടക്കം ഹുക്ക് ഇങ്ങനെ കടത്തി നൂലടക്കം ഇങ്ങോട്ട് എടുക്കുക. കണ്ടോ? അപ്പോൾ മുത്ത് ഇങ്ങനെ നിൽക്കും. അപ്പോൾ 3 ലൂപ്സ് കിട്ടും. ഫസ്റ്റ് 2 ലൂപ്സിൻ്റെ ഉള്ളിൽ കൂടെ കടത്താം, വീണ്ടും 2 ലൂപ്സിൻ്റെ ഉള്ളിൽ കൂടെ കടത്താം. അപ്പോൾ ഒരു ഡബിൾ ക്രോഷേ ചെയ്തു. ഇനി ഒരു ഡബിൾ ക്രോഷേ കൂടി ചെയ്യാം. ഹുക്ക് ഇങ്ങനെ എടുത്ത് നൂലടക്കം ഇങ്ങോട്ട് എടുത്ത് 3 ലൂപ്സ് കിട്ടും. ഫസ്റ്റ് 2 ലൂപ്സിൻ്റെ ഉള്ളിൽ കൂടെ കടത്താം, വീണ്ടും 2 ലൂപ്സിൻ്റെ ഉള്ളിൽ കൂടെ കടത്താം. ഇനി ഒരു ചെയിൻ ചെയ്യാം. കണ്ടോ? അപ്പോൾ ഇങ്ങനെ കിട്ടും. ഇനി വീണ്ടും ഡബിൾ ക്രോഷേ ചെയ്യാം. 1 ഡബിൾ ക്രോഷേ ചെയ്യാം. പിന്നെ ഈ മുത്ത് വെച്ചിട്ട് ഡബിൾ ക്രോഷേ ചെയ്യാം. ഇങ്ങനെ എടുത്തിട്ട് ഹുക്ക് തുണിയുടെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കടത്തി നൂലടക്കം ഇങ്ങോട്ട് എടുക്കുക. കണ്ടോ? ഇങ്ങനെ കിട്ടും. അപ്പോൾ ഫസ്റ്റ് ഈ 2 നൂലിൻ്റെ ഉള്ളിൽ കൂടെ കടത്താം, വീണ്ടും 2 നൂലിൻ്റെ ഉള്ളിൽ കൂടെ കടത്താം. ഇനി വീണ്ടും ഒരു ഡബിൾ ക്രോഷേ ചെയ്യാം. ഇനി 1 ചെയിൻ ചെയ്യാം. ഇനി വീണ്ടും ഡബിൾ ക്രോഷേ ചെയ്യാം. മുത്ത് വെച്ചിട്ട് വീണ്ടും ഡബിൾ ക്രോഷേ ചെയ്യാം. ഒരു ഡബിൾ ക്രോഷേ കൂടി ചെയ്യാം. വൺ ചെയിൻ ചെയ്യാം. ഇനി ഡബിൾ ക്രോഷേ ചെയ്യാം. മുത്ത് വെച്ചിട്ട് ഡബിൾ ക്രോഷേ വീണ്ടും ചെയ്യാം. ഈ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ കടത്ത് വീണ്ടും. ഇനി ഒരു ഡബിൾ ക്രോഷേ കൂടി ചെയ്യാം. 1 ചെയിൻ ചെയ്യാം. വീണ്ടും ഡബിൾ ക്രോഷേ ചെയ്യാം. മുത്ത് വെച്ചിട്ട് ചെയ്യാം. വീണ്ടും ഡബിൾ ക്രോഷേ ചെയ്യാം. വൺ ചെയിൻ ചെയ്യാം. കണ്ടോ? ഇങ്ങനെ കിട്ടും ചെയ്തു വരുമ്പോൾ. അങ്ങനെ എത്ര നീളത്തിൽ വേണോ അത്ര നീളത്തിൽ ചെയ്യാം. ചെയ്തു വരുമ്പോൾ ഈ ഡിസൈനിൽ കിട്ടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.